കഴിഞ്ഞ ദിവസം വലിയൊരു ഓളമാണ് സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ എന്ന നടൻ സൃഷ്ടിച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയൊരു ചിത്രത്തിന്റെ പ്രഖ്യാപനം അറിയിച്ചുകൊണ്ട് ആ ഓളത്തിന് ആക്കം കൂട്ടുകയായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് എങ്ങും നിറഞ്ഞത്. അനൂപ് മേനോൻ മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം നടത്തി നിരവധി പേരാണ് അതിന് വിമർശനങ്ങളുമായി എത്തിയത്. കാരണം അവർക്ക് ആ അനൗൺസ്മെന്റ് അത്രയും അങ്ങോട്ട് പിടിച്ചില്ല. കാരണം അവർ കേൾക്കാൻ കാത്തിരുന്നത് അമൽ നീരദിന്റെയും അൻവർ റഷീദിന്റെയും ഒക്കെ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ആണ്. എന്നാൽ അതൊന്നും പ്രഖ്യാപിക്കാതെ ഒരു സർപ്രൈസ് പോലെ അനൂപ് മേനോൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ പ്രേക്ഷകരൊക്കെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ കേൾക്കാൻ ഇടയായ മോഹൻലാൽ ഇന്നേ ദിവസം ആ വിമർശനങ്ങളുടെ വായടപ്പിക്കുന്ന മറുപടിയാണ് കൊടുത്തത്. വന്നിരിക്കുന്നത് മറ്റൊരു ചിത്രത്തിന്റെ പ്രഖ്യാപനം, ദൃശ്യം 3 കൺഫേം ആയിരിക്കുന്നു എന്ന വിവരം മോഹൻലാൽ തന്നെ അറിയിച്ചിരിക്കുകയാണ്. വിമർശിച്ചവരുടെ എല്ലാവരുടെയും വായടപ്പിക്കുന്ന മറുപടിയുമായി മോഹൻലാൽ എത്തിയപ്പോൾ അതങ്ങ് ഓക്കെ ആക്കി. ദൃശ്യം 3 ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ് മോഹൻലാൽ. ദൃശ്യം 3 കൺഫേംഡ് എന്ന് മോഹൻലാൽ പറഞ്ഞപ്പോൾ ഇരുന്നയിടത്തിൽ നിന്നും ഞെട്ടി എന്നൊക്കെ പറയാവുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ദ ക്ലാസിക് ക്രിമിനൽ ഈസ് കമ്മിങ് ബാക്ക്. മോഹൻലാൽ പറഞ്ഞു, പാസ്റ്റ് ഒരിക്കലും സൈലന്റ് ആയിരിക്കില്ല, അത് വെളിയിൽ വരും. ആ വെളിയിൽ വരുന്ന സൂചനയാണ് ദൃശ്യം 2 നമ്മൾ കണ്ടത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ജോർജ് കുട്ടി എന്ന നായകൻ ഒരുക്കി വെച്ചിരുന്നു. ഇത്തവണ ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ എന്നത് വലിയ രീതിയിൽ ആകാംക്ഷയോടെ നോക്കുമ്പോഴാണ് ദൃശ്യം 3യുടെ കൺഫർമേഷനുമായി മോഹൻലാൽ എത്തിയിരിക്കുന്നത്. ദൃശ്യം 3 വരികയാണെങ്കിൽ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ അതിനുള്ള എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇത്രയും നാൾ ജിത്തു ജോസഫിനോട് ചോദിച്ചാൽ അദ്ദേഹം സ്ക്രിപ്റ്റിംഗിലാണ്, ഇതുവരെ അങ്ങനെ ഒരു ത്രെഡ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ത്രെഡ് കിട്ടി എന്ന കാര്യത്തിലേക്കാണ് ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായി. ഫൈനൽ വേർഡ് മോഹൻലാലിന്റെ നിന്നും കിട്ടിയിരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? മോഹൻലാൽ ഫാൻസുകാർ ഇതിൽ കൂടുതൽ ഒന്നും ആഗ്രഹിക്കുന്നതുമില്ല. അത്രയും വലിയ അനൗൺസ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം തന്നെ സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കുകയുണ്ടായി മോഹൻലാലിന്റെ പുതിയ സിനിമയുടെ പ്രഖ്യാപനവുമായി തന്നെ. അതിനിടയ്ക്ക് മറ്റൊരു ന്യൂസ് കൂടി വന്നിരുന്നു. ചിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ചിത്രം ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ. ചില സിനിമ അനലിസ്റ്റുകൾ പേജുകളൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. എന്നാൽ പ്രമുഖരായ മൂവി അനലിസ്റ്റുകൾ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് വരികയുണ്ടായി. ഇതുവരെ അങ്ങനെ ഒരു ന്യൂസ് കിട്ടിയിട്ടില്ല. ചിത്തു മാധവൻ മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിൽ നിന്നും ഗോകുലം മൂവീസ് പിൻവാങ്ങുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പ്രമുഖ മൂവി അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ടും. ഇതൊക്കെ വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്കിടയിൽ. ഒന്ന് അനൂപ് മേനോന്റെ ചിത്രവും ഒന്ന് ജിത്തു മാധവന്റെ ചിത്രവും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഉരുത്തിരിഞ്ഞപ്പോഴാണ് ഇന്നേ ദിവസം ആ വിഷമങ്ങളൊക്കെ മാറ്റാനായി മോഹൻലാൽ ഫാൻസിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വേണ്ടി മോഹൻലാൽ ദൃശ്യം 3 കൺഫേം ആക്കിയിരിക്കുന്നു. ഭൂതകാലത്തെ എന്തായാലും നിശബ്ദനാക്കാനാകില്ല. ജോർജ് കുട്ടി ഒരു വരവ് കൂടി വരും. ഇത് അവസാനത്തെ വരവായിരിക്കും. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. മികച്ച തിരക്കഥയുടെയും അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാ ആസ്വാദകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടായി. ചിത്രത്തിന്റെ 3ാം ഭാഗം ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പല സമയങ്ങളിലായി ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. നടൻ മോഹൻലാലാണ് ദൃശ്യം 3 ഒഫീഷ്യലായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഭൂതകാലത്തെ നിശബ്ദനാക്കാനാകില്ല എന്ന ക്യാപ്ഷനോടെയാണ് മോഹൻലാൽ പോസ്റ്റർ പങ്കുവച്ചത്. നിമിഷ നേരം കൊണ്ട് മോഹൻലാലിന്റെ പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ആദ്യ 2 ഭാഗങ്ങളെ പോലെ ഈ 3ാം ഭാഗവും പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്ന് പ്രേക്ഷക പ്രതീക്ഷ. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായിരുന്നു ദൃശ്യം. 2013 ഡിസംബർ 19 പുറത്തിറങ്ങിയ ചിത്രം ഇന്ന് വരെയുള്ള എല്ലാ റെക്കോർഡുകളുമാണ് തകർത്തെറിഞ്ഞത്. 75 കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്നും നേടിയത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് 2021 ഫെബ്രുവരി 19 ദൃശ്യത്തിന്റെ 2ാം ഭാഗം പുറത്തിറങ്ങിയുണ്ടായി. അതിന്റെ വാർഷികം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ആഘോഷിക്കുകയും ചെയ്തു. ദൃശ്യം 3യുടെ വരവ് സത്യം പറഞ്ഞാൽ ആരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അത് കൺഫേം ആയി. ഇനി ബോളിവുഡുകാർ എന്ത് ദൃശ്യം 3 ആണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നാണ് കാണേണ്ടിയിരിക്കുന്നത്. ദൃശ്യം 3യെ കുറിച്ച് ഏറ്റവും കൂടുതൽ വാക്കുകൾ പറഞ്ഞുകൊണ്ടെത്തിയത് ബോളിവുഡുകാരാണ്. ഇത് ബോളിവുഡിലും മോളിവുഡിലും ഒരുമിച്ചാണോ ചെയ്യാൻ പോകുന്നത് എന്നതൊക്കെ നോക്കി കാണേണ്ടതുണ്ട്. ഇനി